ഇതുപോലത്തെ സ്റ്റോറേജ് റാക്ക് വാങ്ങുകയാണെങ്കിൽ നല്ലതാട്ടോ. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാട്ടോ. 479 ആട്ടോ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്യാം ഗൈസ്. മെല്ലെ മെല്ലെ തുറക്കുക കേട്ടോ. ഇതിലൊരു 6 ബോക്സ് ഉണ്ട് കേട്ടോ ഗൈസ്. ബാക്കി ഫിറ്റിങ്സിനുള്ള ഐറ്റംസ് ആണ്. നമുക്ക് ഇനി ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യുമെന്ന് നോക്കാം. ഇതിന് സ്ക്വയറിലുള്ള ആ ഒരു ഐറ്റംസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു കാൽ ഭാഗമായിട്ട് വെക്കാനായിട്ട് ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയെന്ന് കാണിച്ചു തരാം. ആദ്യം ആ സ്ക്വയർ എടുത്തിട്ട് ഈ ഒരു കാല് ഫിറ്റ് ചെയ്യണം. അങ്ങനെ 4 സൈഡും നമ്മൾ ഈ കാലുകൾ ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഗൈസ് എനിക്കൊരു മണ്ടത്തരം പറ്റി. ഞാനിത് രണ്ടാമത് പെട്ടെന്ന് ഫിറ്റ് ചെയ്തു. അതല്ലായിരുന്നു വേണ്ടത്. ആദ്യം ബോക്സ് വെക്കണം കേട്ടോ. ബോക്സ് കറക്റ്റായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. തിരിഞ്ഞും മറിഞ്ഞൊന്നും പോവരുത്. കണ്ടില്ലേ, ഇതുപോലെ വലിക്കുമ്പോൾ ഓപ്പൺ ആയിട്ട് വരാൻ പാകത്തിന് കണ്ടോ. ഇനി നെക്സ്റ്റ് കാലെടുത്ത് വെക്കാം. അങ്ങനെ 4 സൈഡും കാല് ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെ ലാസ്റ്റ് ഇത് ഫുൾ ഫിറ്റ് ചെയ്തു കേട്ടോ. ഇതിൻ്റെ അടിയിൽ കണ്ടോ ഇതുപോലത്തെ കാലുകളുണ്ട് ചെറുത്. അത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ ആദ്യം തന്നെ ശ്രദ്ധിക്കണം. ഞാൻ വിട്ടുപോയിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ